നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ വാർത്താ മാധ്യമമായ ഏഷ്യാനെറ്റ് ന്യൂസ് പൂട്ടിക്കെട്ടും. DRDOയുടെ അതീവ രഹസ്യ വിവരങ്ങൾ ചോർന്നു എന്ന വാർത്ത പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിലാണ് ഈ പൂട്ടിക്കെട്ടൽ ഉണ്ടാകാൻ പോകുന്നത്. രാജ്യദ്രോഹ കുറ്റമാണ് ചാനൽ ചെയ്തിരിക്കുന്നത് എന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തിയിരിക്കുന്നു. വിഷയത്തിൽ NIA അന്വേഷണത്തിന് നിർദ്ദേശം നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഉടമസ്ഥതയിലുള്ള ചാനൽ കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്തിന്? ഇത്തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അതായത് 1-2 ദിവസങ്ങളായി കേരളത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്കിലും മറ്റും ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ നിരന്തരം പ്രത്യക്ഷപ്പെടുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിന് ഇതാ വലിയ പണി വരുന്നു എന്ന രീതിയിലുള്ള പോസ്റ്റുകളാണ് അവ. ആ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: രാജ്യദ്രോഹം, ഏഷ്യാനെറ്റ് പെട്ടു, പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെട്ടു, പാറ്റ പ്രക്ഷോഭത്തിന് കരുത്തു പകരാനായി DRDO ഫയൽ ഡാർക്ക് വെബിൽ 8 ലക്ഷം രൂപയ്ക്ക് വെച്ചു എന്ന ഏഷ്യാനെറ്റ് പ്രചരണവും, ഏഷ്യാനെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തവർ ഇനി ഗോപി വരയ്ക്കും, NIA അന്വേഷണം ഉണ്ടാകുമെന്ന് അറിയുന്നു, രാജ്യദ്രോഹം നീ പെട്ടുമോനെ, 2020 മാർച്ച് 6 സസ്പെൻഡ് ചെയ്തപ്പോൾ രക്ഷിക്കാൻ ഇൻവെസ്റ്റർ ഉണ്ടായിരുന്നു, ഇനി നിന്നെ ആര് രക്ഷിക്കും, പാറ്റ സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന് ചൂട് പകരാനും കേന്ദ്ര സർക്കാരിനെതിരെ ജനരോഷം വളർത്താനും ഏഷ്യാനെറ്റ് ചെയ്ത പണി അവർക്ക് തന്നെ ബൂമറാങ് പോലെ തിരിച്ചടിക്കുന്നു. DRDOയ്ക്കെതിരെ വ്യാജ വാർത്ത കൊടുക്കുക, എന്നിട്ട് രാജ്യവിരുദ്ധരുടെ കയ്യടി നേടി രാജ്യത്തിനെതിരെ യുദ്ധപ്രഖ്യാപനത്തിന് എണ്ണ പകരുക, ഇതൊക്കെയാണ് ഏഷ്യാനെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. ഇത്തരത്തിലുള്ള ധാരാളം പോസ്റ്റുകൾ, നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഈ കഴിഞ്ഞ 2 ദിവസമായി ഫേസ്ബുക്കിലും മറ്റും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പോസ്റ്റ് ഇടുന്നവരിൽ ഏതാണ്ട് ഭൂരിഭാഗം ആളുകളും BJPക്കാരാണ്. മാത്രമല്ല മറ്റ് ചില ആളുകളും അല്ലെങ്കിൽ മറ്റ് ചില കുബുദ്ധികളും ഒക്കെ ഇത്തരം പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. DRDO രഹസ്യങ്ങൾ ചോർന്നു എന്ന് ഏഷ്യാനെറ്റ് വ്യാജ വാർത്ത നൽകി, അതുകൊണ്ട് ഇതാ ഏഷ്യാനെറ്റിനെതിരെ NIA അന്വേഷണം വരുന്നു, ചാനലിൻ്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാകുന്നു. ഇതൊക്കെയാണ് പ്രചരണം. യഥാർത്ഥത്തിൽ വസ്തുത എന്ത് എന്ന് നോക്കിയാൽ ആ വാർത്ത എന്താണ് എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടി വരും. ആ വാർത്ത 2 ദിവസം മുമ്പാണ് ഏഷ്യാനെറ്റ് എക്സ്ക്ലൂസീവ് എന്ന പേരിൽ അങ്ങനെ ഒരു വാർത്ത വന്നത്. സത്യത്തിൽ അതൊരു ഏഷ്യാനെറ്റ് എക്സ്ക്ലൂസീവ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ നിരവധി മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ് ന്യൂസിൽ മാത്രമല്ല നിരവധി മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നിരുന്നു. ഈ വാർത്ത ഇങ്ങനെയാണ്: അതായത് DRDOയുടെ രഹസ്യ വിവരങ്ങൾ, രഹസ്യ രേഖകൾ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു. ഇത് കണ്ടെത്തിയത് ഒരു സൈബർ ഫോറൻസിക് കമ്പനിയാണ്. ആ അലിബി ഗ്ലോബൽ ഇൻ്റർനാഷണൽ, അലിബി ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ് ഇത് കണ്ടെത്തിയത്. അവർ ഇത്തരത്തിലുള്ള ഡാർക്ക് വെബ് മോണിറ്ററിങ്ങും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള സൈബർ ഫോറൻസിക് സർവീസുകളുമൊക്കെ നൽകുന്ന ഒരു കമ്പനിയാണ്. അത്തരമൊരു കമ്പനി അവരുടെ റുട്ടീൻ പരിശോധനയ്ക്കിടെ ഡാർക്ക് വെബിൽ ഇങ്ങനെ ചില രേഖകൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നതായി കണ്ടെത്തുന്നു. അതിന് ചില സാമ്പിൾ രേഖകളും കൊടുത്തിട്ടുണ്ട്. ഏവർക്കും കാണാവുന്ന രീതിയിൽ DRDOയുടെ ചില രേഖകൾ കൊടുത്തിട്ടുണ്ട്. ആ രേഖകൾ സാമ്പിൾ രേഖകളാണ്. അതിനകത്ത് ശാസ്ത്രജ്ഞന്മാരുടെ ഒപ്പും മിസൈലുകളുടെ വിവരങ്ങളും ഒക്കെ ഉണ്ട്. ഈ വിവരങ്ങൾ കണ്ട് അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ $8000 കൊടുത്ത് ഈ അതായത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള DRDOയുടെ വിവരങ്ങൾ സ്വന്തമാക്കാം എന്നാണ് ഡാർക്ക് വെബിൽ പരസ്യം ചെയ്തിരിക്കുന്നത്. ഈ പരസ്യമാണ് ഈ പറയുന്ന അലിബി ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സൈബർ ഫോറൻസിക് കമ്പനിക്ക് ലഭിക്കുന്നത്. അവർ അതിനെ ഇൻ്റലിജൻസ് ബ്യൂറോയെ അറിയിക്കുന്നു. ഇൻ്റലിജൻസ് ബ്യൂറോ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി വരികയാണ്. DRDOയും ഈ പറയുന്ന രേഖകളുടെ വിശദമായ വിവരങ്ങൾ, അതിൻ്റെ ആധികാരികത പരിശോധിച്ചു വരികയാണ്. ഇത്രയുമാണ് ഏഷ്യാനെറ്റ് വാർത്തയായി നൽകിയത്. അതായത് ഒരു സ്വകാര്യ കമ്പനി കണ്ടെത്തുന്നു, അവർ IBയെ അറിയിക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഈ വാർത്ത. സ്വാഭാവികമായ ഒരു വാർത്തയാണ്. ഈ പറയുന്ന രാജ്യദ്രോഹ കുറ്റമൊന്നും ആ വാർത്തയിൽ നമുക്ക് ആർക്കും കാണാൻ കഴിയില്ല. ആ വാർത്ത പരിശോധിച്ചാൽ തന്നെ നമുക്ക് ആ കാര്യം മനസ്സിലാകും. വളരെ ലളിതമായ ഒരു വാർത്തയാണ്. പക്ഷേ അതിൽ DRDO വിവരങ്ങൾ ചോർന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഞെട്ടും, എല്ലാവർക്കും ആശങ്കയൊക്കെ ഉണ്ടാകും. DRDO അല്പസമയത്തിന് ശേഷം, അതായത് അടുത്ത ദിവസമോ മറ്റോ ഒരു വിശദീകരണമൊക്കെ നൽകിയിരുന്നു. അതായത് DRDO ഇതിനെക്കുറിച്ച് വിശദമായി പരിശോധിച്ചു. ഈ സാമ്പിൾ രേഖകൾ, ഡാർക്ക് വെബിൽ ഉണ്ടായിരുന്ന സാമ്പിൾ രേഖകൾ, അത് 2020-22 കാലഘട്ടത്തിൽ ചോർന്നുപോയ രേഖകളാണ്. അതത്ര രഹസ്യ സ്വഭാവമുള്ള രേഖകളൊന്നുമല്ല, അൺക്ലാസിഫൈഡ് ഡേറ്റ ആയിരുന്നു. ഈ ഡേറ്റയാണ് സാമ്പിളാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് ആധികാരികതയൊന്നുമില്ല. അങ്ങനെ ഒരു അറ്റംപ്റ്റും, ഒരു ഡേറ്റ ചോർച്ചയും നമ്മുടെ DRDOയുടെ സൈറ്റിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഇതാരോ പണം തട്ടാൻ വേണ്ടി ഡാർക്ക് വെബിൽ പരസ്യമായി പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് എന്ന് DRDO കണ്ടെത്തുന്നു.
അതോടുകൂടി വിഷയം അവസാനിക്കുന്നു. ഇതിനെയാണ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചില ആളുകൾ, അതിൽ ഭൂരിഭാഗം പേരും BJP-കാരാണ് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഈ ആളുകൾ ഇത്തരത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ NIA വരാൻ പോകുന്നു, അങ്ങനെയുള്ള പല വാർത്തകളും കെട്ടിച്ചമയ്ക്കുന്നത്. മാത്രമല്ല, ഈ അലിബി ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി എന്തോ ഒരു നിഗൂഢ കമ്പനിയാണ് എന്ന നിലയിൽ അവർക്കെതിരെയും ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെയും ഒക്കെ അന്വേഷണം വരുന്നുണ്ട്. ഇത് പാറ്റാ സമരം ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാർത്തയാണ്, കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു വാർത്തയാണ്. ഈ അലിബി ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിനെ കുറിച്ച് വിശദമായ അന്വേഷണം വേണം, NIA അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ വാർത്തകളിലുള്ളത്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇരുന്ന് ഈ വാർത്ത ചെയ്യുന്ന മലയാളി വാർത്തയുടെ തിരുവനന്തപുരം ശാസ്തമംഗലത്തെ ഓഫീസ്, ആ ഓഫീസിൻ്റെ തൊട്ട് എതിർവശത്താണ് ഈ പറയുന്ന അലിബി ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഓഫീസ്. ഞാൻ അദ്ദേഹവുമായി അല്ലെങ്കിൽ അവരുമായി ആശയവിനിമയം നടത്തി. ആ ആശയവിനിമയത്തിൽ അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇത് ഏഷ്യാനെറ്റിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ഒന്നുമല്ല, ഇത് UNA-യിലാണ് ആദ്യമായി വരുന്നത്. ഇങ്ങനെയൊരു ഡാർക്ക് വെബിൽ ഇങ്ങനെ ഒരു പരസ്യം ഞങ്ങൾ കണ്ടെത്തി എന്നുള്ളത് ശരിയാണ്. ആ പരസ്യം ഞങ്ങൾ കണ്ടെത്തുന്നു, അത് വളരെയധികം സെൻസിറ്റീവായിട്ട് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ, രാജ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം ഞങ്ങൾ ഇൻ്റലിജൻസ് ബ്യൂറോയെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ അത് പരിശോധിക്കുകയാണ്. അവർ വേണമെന്നുള്ള എന്തെങ്കിലും ആക്ഷനുകൾ എടുക്കേണ്ടതുണ്ടെങ്കിൽ അവർ അത് എടുത്തുകൊള്ളും. മീഡിയ എക്സ്പോഷർ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു എന്നാണ് ഈ പറയുന്ന സ്ഥാപനത്തിൻ്റെ അധികൃതർ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഞാൻ കഴിഞ്ഞ ദിവസം അവരുമായി വളരെ വ്യക്തതയോടുകൂടി തന്നെ ആശയവിനിമയം നടത്തിയതുമാണ്. ഈ പറയുന്ന അലിബി ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം ദുരൂഹ സ്ഥാപനമൊന്നുമല്ല. അവർ IBക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സർക്കാർ സ്ഥാപനങ്ങളുമായി പോലും വളരെ ബന്ധമുള്ള, അല്ലെങ്കിൽ സർക്കാർ ഏജൻസികൾക്ക് വേണ്ടി പോലും ഈ സൈബർ ഫോറൻസിക് സേവനങ്ങൾ നൽകുന്ന ഒരു കമ്പനി കൂടിയാണത്. ഏതാനും ചില ചെറുപ്പക്കാർ ചേർന്ന് നടത്തുന്ന ഒരു കമ്പനിയാണ് അത്. അവർ രാജ്യവിരുദ്ധ കമ്പനിയൊന്നുമല്ല, രാജ്യത്തിനകത്ത് നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. NABL അക്രഡിറ്റേഷനുള്ള ഒരു ഫോറൻസിക് ലാബ് കൂടിയാണ് ഈ അലിബി ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. അത്തരമൊരു കമ്പനിയെയാണ് ദുരൂഹ കമ്പനിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് NIA അന്വേഷണം വരുന്നു, അവരുമായി ഏഷ്യാനെറ്റ് ന്യൂസിന് എന്തൊക്കെയോ ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്. പിന്നെ ഈ പറയുന്ന വാർത്തയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന അലിബി ഇൻ്റർനാഷണലിലോ ഒരു ദുരൂഹതയും ആരോപിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ പിന്നെ ഈ പ്രചരണത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഈ പറയുന്ന പോലെ ഏഷ്യാനെറ്റ് ന്യൂസ് പൂട്ടാൻ പോകുന്നില്ല, ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ NIA അന്വേഷണം ഉണ്ടാകാൻ പോകുന്നില്ല, ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ DRDO വാർത്ത നൽകിയതിൻ്റെ പേരിൽ DRDO തന്നെ ആ കേസ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. വാർത്തകൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു, ഞങ്ങളത് പരിശോധിച്ചു, ആ രേഖകൾ വ്യാജമാണ്, അതാരോ പണമുണ്ടാക്കാൻ ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് ന്യൂസും അലിബി ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡും പണമുണ്ടാക്കാൻ ചെയ്തത് ആണ് എന്നല്ല കേന്ദ്ര മന്ത്രാലയവും DRDOയും വ്യക്തമാക്കിയിരിക്കുന്നത്. ഡാർക്ക് വെബിൽ ഈ പരസ്യം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരാണോ ആ ശക്തികളാണ് പണം തട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, അല്ലാതെ അതിനകത്ത് വലിയ ഡേറ്റ ചോർച്ചയൊന്നുമില്ല. ഇത് വാർത്തകളുടെ അടിസ്ഥാനത്തിൽ DRDO പറഞ്ഞ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിനപ്പുറം ഒരു നിയമ നടപടിയും ഏഷ്യാനെറ്റിനെതിരെ ഉണ്ടായിട്ടില്ല, അതുണ്ടാകാനും പോകുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. പിന്നെ ഈ ഫേസ്ബുക്കിലൂടെയുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണത്തിൻ്റെ കാര്യം എന്താണ് എന്ന് വെച്ചാൽ അതൊരു പരിധിവരെ രാഷ്ട്രീയവും മറ്റൊരു പരിധിവരെ ബിസിനസ്സുമാണ്. അതായത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖറിനെ പാർട്ടി ഏകകണ്ഠമായി അനുകൂലിക്കുന്നൊന്നുമില്ല. രാജീവ് ചന്ദ്രശേഖറിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും പാർട്ടിയിലുണ്ട്. സത്യത്തിൽ ഇവർ തമ്മിലുള്ള ഒരു കിടമത്സരമൊക്കെ പാർട്ടിയിൽ നടക്കുന്നുണ്ട്. അതായത് ഈ അടുത്ത കാലത്ത് ഈ ഫണ്ട് മോഷണ വിവാദമൊക്കെ വന്നത് രണ്ടുപേർ തമ്മിലുള്ള വലിയ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായിട്ടാണ്. ഈ LDFിലും UDFിലും ഒക്കെ ഗ്രൂപ്പ് വഴക്കുകൾ ഉണ്ടാകാറുണ്ട്, അത് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്, മാധ്യമങ്ങളിലൊക്കെ അത് വരാറുണ്ട്. പക്ഷേ BJPക്കകത്ത് നടക്കുന്ന ഗ്രൂപ്പ് വഴക്കിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. അത് വലിയ രീതിയിൽ മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അത് ആ സംഘടനയുടെ ഒരു പ്രത്യേക നേച്ചർ കൊണ്ടായിരിക്കാം. പക്ഷേ എന്തായാലും വലിയ ഉൾപോര് BJPക്കകത്ത് നടക്കുന്നുണ്ട്. ഇതിൽ രാജീവ് ചന്ദ്രശേഖറിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇത്തരം പ്രചരണത്തിന് പിന്നിൽ. രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഉടമസ്ഥതയിലുള്ള ചാനലിൽ എന്തിനാണ് BJP വിരുദ്ധ വാർത്ത വരുന്നത് എന്നാണ് അവരുടെ ചോദ്യം. എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഉടമസ്ഥതയിലുള്ള ചാനലിൽ BJP വിരുദ്ധ വാർത്തകൾ വരുന്നത് എന്ന് ഇഴകീറി പരിശോധിക്കാനും അതിന് ആധികാരികമായ അഭിപ്രായം പറയാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഏഷ്യാനെറ്റ് ന്യൂസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഭൂരിഭാഗം ഷെയറുകളും, ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 90% ഷെയറുകളും ജൂപ്പിറ്റർ ഹോൾഡിങ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് കൈവശം വച്ചിരിക്കുന്നത്. ഈ ജൂപ്പിറ്റർ ഹോൾഡിങ്സിൻ്റെ ഭൂരിഭാഗം ഷെയറുകളും രാജീവ് ചന്ദ്രശേഖറിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നിയന്ത്രണമുള്ള മറ്റാരുടെയെങ്കിലും കയ്യിലോ ഒക്കെ ആയിരിക്കാം. അത് സത്യമായിരിക്കാം. ഒരു പരിധിവരെ
ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മുതലാളി ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. അദ്ദേഹം നിക്ഷേപിച്ചിരിക്കുന്നു അദ്ദേഹം അതിനകത്ത് നിക്ഷേപം നടത്തിയിരിക്കുന്നു എന്നതിൻ്റെ പേരിൽ എഡിറ്റോറിയലിൽ വളരെ കൃത്യമായി ആഴത്തിൽ ഓരോ തവണയും ഇടപെടുക, താൻ പറയുന്ന വാർത്ത മാത്രമേ അതിൽ വരാവൂ, ഇങ്ങനെ മാത്രമേ വാർത്തകൾ ചമയ്ക്കാവൂ എന്നൊക്കെ ഇടപെടാൻ ആരും നിന്നുകൊള്ളണമെന്നില്ല. അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു അറിവ്, അദ്ദേഹത്തിൻ്റെ ഒരു മേഖല എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. അദ്ദേഹം അവിടെ നിക്ഷേപം നടത്തിയിരിക്കുന്നു. എഡിറ്റോറിയൽ ബോർഡിൽ കയറി വന്നിരുന്ന് എഡിറ്റോറിയൽ ബോർഡിൽ ഇടപെടാൻ തക്ക അറിവോ പരിജ്ഞാനമോ അദ്ദേഹത്തിനില്ല എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടാകാം. ഇപ്പോൾ ഈ മരം വെട്ടുകാർ പോലും എഡിറ്റോറിയൽ പോളിസിയിൽ ഇടപെടുന്ന ചാനലുകൾ പലതുമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊന്നുമുള്ള ഇടപെടൽ രാജീവ് ചന്ദ്രശേഖർ നടത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ അദ്ദേഹം അതിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൺട്രോളിൽ തന്നെ ആയിരിക്കാം സ്ഥാപനം. പക്ഷേ വാർത്തകളിൽ അദ്ദേഹം ഇടപെടുന്നില്ലായിരിക്കാം. അത് ഇടപെടണം എന്ന് നമുക്ക് നിർബന്ധിക്കാൻ കഴിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ദീർഘകാലമായി മലയാളത്തിലെ നമ്പർ 1 വാർത്താ ചാനലാണ്. എല്ലാ റേറ്റിങ്ങുകളും പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കും. മലയാളത്തിലെ നമ്പർ 1 ചാനലാണ് ഏഷ്യാനെറ്റ് ന്യൂസ്. ഈ ഏഷ്യാനെറ്റ് ന്യൂസിനെ വെല്ലാൻ ഇതുവരെയും ഒരു ചാനലിനും സാധിച്ചിട്ടില്ല. 1-2 ആഴ്ചത്തെ റേറ്റിംഗിൽ ചില ചാനലുകൾ കയറി വന്നിട്ടുണ്ട്. ആ ചാനലുകൾ എങ്ങനെയാണ് റേറ്റിംഗിൽ കയറി വന്നത് എന്ന് പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ടു. റേറ്റിംഗ് ഏജൻസിയിലെ സ്റ്റാഫുകൾക്കടക്കം കോടിക്കണക്കിന് രൂപ കൈക്കൂലി കൊടുത്തിട്ടാണ് ഇതിലൊരു അട്ടിമറി നടന്നത് എന്ന വാർത്തകൾ പിന്നീട് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസിനെ വെല്ലാൻ ഇതുവരെയും മലയാളത്തിൽ മറ്റൊരു ചാനൽ വന്നിട്ടില്ല. തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലായിട്ട് പല ചാനലുകളുമുണ്ട്. അവർക്ക് ക്വാളിറ്റി ഇല്ല എന്നല്ല, അവരും വാർത്ത ചെയ്യുന്നുണ്ട്. പക്ഷേ റേറ്റിംഗിൽ മുൻപന്തിയിലെത്താൻ, റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് ന്യൂസിനെ മറികടക്കാൻ മറ്റൊരു ചാനലിലും ഇതുവരെ സാധിച്ചിട്ടില്ല. അവരിപ്പോഴും ഇൻഡസ്ട്രിയിൽ ഒന്നാമതായി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അങ്ങനെ ഒരു സ്ഥാപനം സംഗി ന്യൂസ് മാത്രം ചെയ്താൽ, അങ്ങനെ ഒരു സ്ഥാപനം BJP അനുകൂല വാർത്തകൾ മാത്രം ചെയ്താൽ ഏത് രീതിയിലേക്കായിരിക്കും പോവുക? ജനം പോലെയോ അല്ലെങ്കിൽ കൈരളി ചാനൽ പോലെയോ ഒരു പാർട്ടി ചാനലായി അധപതിക്കും. നമ്പർ 1 എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് ഏഷ്യാനെറ്റ് ന്യൂസിന് അധികകാലം തുടരാൻ കഴിയില്ല. അവിടെ നിന്നും 15-ാമത്തെയോ 16-ാമത്തെ സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബിസിനസ് തന്ത്രമുണ്ട്. ആ ഒരു എഡിറ്റോറിയൽ പോളിസീസിനകത്ത് ഇടപെട്ടുകൊണ്ട് അതിനകത്ത് രാഷ്ട്രീയം കുത്തിക്കയറ്റി അതിനകത്ത് BJP അനുകൂല വാർത്തകൾ മാത്രമേ വരാവൂ എന്ന ഷാഢ്യം ആ രംഗത്ത് അല്ലെങ്കിൽ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി നടത്തിയാൽ ആ സ്ഥാപനത്തിൻ്റെ തകർച്ചയായിരിക്കും ഫലം. കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ എല്ലാ ന്യൂസ് ചാനലുകളും ലാഭത്തിലോടുന്നതല്ല, ബഹുഭൂരിപക്ഷവും നഷ്ടത്തിലാണ്. അതിൽ ലാഭത്തിലോടുന്ന 1-2 മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇത്രയും കടുപ്പമേറിയ ഒരു ഇൻഡസ്ട്രി സാഹചര്യത്തിൽ ഒരു സ്ഥാപനത്തിനെ രാജീവ് ചന്ദ്രശേഖറായിട്ട് തുലയ്ക്കുന്നത് എന്തിനാണ്? രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനൊക്കെ ആയിരിക്കും, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിരിക്കും, അതൊരു വേറൊരു വശമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തൊഴിലെന്ന നിലയിൽ അദ്ദേഹം പല സ്ഥാപനങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്ഥാപനങ്ങളിലൊക്കെ അദ്ദേഹം ഇടപെടണം എന്ന് ശഠിക്കുന്നത് അത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയമാണ് എന്ന് മനസ്സിലാകുന്നില്ല. ആ രാഷ്ട്രീയമാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് പിന്നിൽ. കേരളത്തിലെ മുൻനിര വാർത്താ മാധ്യമങ്ങളിൽ ഒന്നായ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ അല്ലെങ്കിൽ ഉള്ള പ്രചരണം, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസിനെ എതിരെ ഭീകര വിരുദ്ധ അന്വേഷണ ഏജൻസിയായ NIA അന്വേഷണം നടത്തുന്നു എന്നൊക്കെയുള്ള പ്രചരണത്തിന് പിന്നിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ രക്തം ദാഹിക്കുന്നവരാണ് എന്നേ പറയാൻ കഴിയുകയുള്ളൂ തൽക്കാലം. എന്തായാലും പിന്നെ എതിർക്കുന്നവർ, രാജീവ് ചന്ദ്രശേഖറിനെ എതിർക്കുന്നവർ മറ്റു പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ ഒരു സോഫ്റ്റ് അപ്രോച്ചായിരുന്നു രാജീവ് ചന്ദ്രശേഖറിനോട് ഏഷ്യാനെറ്റിനുണ്ടായിരുന്നത്. പക്ഷേ മറ്റു BJP സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരോട് ആ ഒരു അനുകൂല മനോഭാവം ഏഷ്യാനെറ്റ് കാട്ടിയില്ല. തീർച്ചയായും അത് ഏഷ്യാനെറ്റും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ പരിഗണിക്കേണ്ടതാണ്. ഇടപെടാതിരിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഇടപെടാതിരിക്കുക. രാജീവ് ചന്ദ്രശേഖറിനെ തിരുവനന്തപുരത്ത് ഏഷ്യാനെറ്റ് എന്തിന് പിന്തുണച്ചു എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും അത് ഏഷ്യാനെറ്റ് പുനഃപരിശോധിക്കേണ്ടതായിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ. രാഷ്ട്രീയവും ബിസിനസ്സും ഒക്കെയാണ് ഇവിടെയുള്ളത്. ഇതൊക്കെ വ്യാജ പ്രചരണങ്ങളായി മാറാനാണ് സാധ്യത. ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ നിയമ നടപടിക്ക് തൽക്കാലം സാധ്യതയില്ല. ഇത് ഏഷ്യാനെറ്റ് ന്യൂസിനെ മഹത്വവൽക്കരിക്കുന്നതൊന്നുമല്ല. ഏഷ്യാനെറ്റ് ന്യൂസ് പൂർണ്ണമായും ഒരു വളരെ കൃത്യതയോടുകൂടി ജേർണലിസത്തിൻ്റെ മഹത്വമെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 100% മുന്നോട്ട് പോകുന്ന ചാനലാണ് എന്ന് പറയുന്നതല്ല, അതിനെ മഹത്വവൽക്കരിക്കുന്നതല്ല. മറിച്ച് വ്യാജ പ്രചരണം ഇവിടെ നടക്കുന്നുണ്ട്. ആ വ്യാജ പ്രചരണത്തെ ഏറ്റെടുത്തുകൊണ്ട് പലരും മുന്നോട്ട് വരുന്നുണ്ട്. പലർക്കും ഈ വ്യാജ പ്രചരണം വരുമ്പോൾ ഒരു സംശയം അല്ലെങ്കിൽ ഒരു ആശങ്ക അതൊക്കെ ഉടലെടുക്കുന്നുണ്ട്. ഈ ആശങ്കയ്ക്കിടയിൽ സത്യാവസ്ഥ പറഞ്ഞുവെന്ന് മാത്രം.